നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ജനം ചാനലിൽ നടന്ന ഒരു ചർച്ചയിൽ സംവിധായകനും VHP നേതാവുമായ വിജി തമ്പി ഒരു വെളിപ്പെടുത്തൽ നടത്തി. മാധവിക്കുട്ടിയെപ്പോലെ പല പ്രമുഖരെയും മതം മാറ്റാൻ ഇവിടെ സമീപിച്ചിട്ടുണ്ട് എന്നാണ് വിജി തമ്പി വെളിപ്പെടുത്തിയത്. മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടിക്ക് 100 കോടി ഓഫറാണ് മതം മാറാൻ നൽകിയത്. ഇത്തരത്തിൽ പല പ്രമുഖരെയും ഇവർ പ്രലോഭിപ്പിക്കുന്നു. ജനം ടിവിയിൽ നടന്ന ടെലിവിഷൻ ചർച്ചയ്ക്കിടയിലായിരുന്നു വിജി തമ്പിയുടെ വെളിപ്പെടുത്തൽ. എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയ്ക്ക് തീ പിടിച്ച അവസ്ഥയാണ്. വിജി തമ്പി സൂചിപ്പിച്ച നടി ഏതാണ് എന്ന് സോഷ്യൽ മീഡിയ ചോദിക്കുന്നു. വിജി തമ്പി ഈ നടിയെക്കുറിച്ച് ഒരു ചെറിയ വിശദീകരണവും നൽകിയിരുന്നു. കുടുംബമില്ലാതെ തനിച്ച് ജീവിക്കുന്ന ഒരു പ്രമുഖ നടിയെന്നാണ് വിജി തമ്പി വിശദീകരിച്ചത്. ഇതുമായി ചേർത്ത് വായിക്കുകയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ കുറിപ്പുകളിൽ ചിലർ സംശയമുന്നയിക്കുന്നത് മഞ്ജു വാര്യരെ തന്നെ. വിജി തമ്പിയുടെ പ്രസ്താവനയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ആളുകൾ രംഗത്തിറങ്ങി. ചിലർ അത് മഞ്ജു വാര്യർ തന്നെയാണോ എന്ന് വിജി തമ്പിയോട് ചോദിക്കുന്നു. അദ്ദേഹം ഉത്തരം നൽകുന്നില്ല. ഇതിനിടയിൽ സംവിധായകൻ MA നിഷാദ് കളത്തിലിറങ്ങി. ശക്തമായ പ്രതികരണമാണ് MA നിഷാദ് സമൂഹമാധ്യമ കുറിപ്പിലൂടെ നൽകിയിരിക്കുന്നത്. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് പകരം ആരെക്കുറിച്ചാണ് പറയുന്നത് എന്ന് വ്യക്തമാക്കാൻ വിജി തമ്പി തയ്യാറാകണമെന്നാണ് MA നിഷാദ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ നിഷാദ് കണ്ണടച്ചിരുട്ടാക്കിയാൽ അത് നിഷാദിന് മാത്രമേ ഇരുട്ടാകൂ എന്ന് പ്രതികരിക്കുന്ന ഏറെ പേരുണ്ട് കമന്റ് ബോക്സിൽ. കടുത്ത കൃഷ്ണഭക്തയായ മാധവിക്കുട്ടി മതം മാറിയതാണ് ചിലർ ചൂണ്ടിക്കാട്ടുന്നത്. മാധവിക്കുട്ടിയെ മതം മാറ്റത്തിന് പ്രേരിപ്പിച്ചതും കമലാദാസിനെ കമലാ സുരയ്യ ആക്കി മാറ്റിയതും മറക്കരുത് എന്നിവർ ഓർമ്മപ്പെടുത്തുന്നു. അത് കഥയല്ല, സത്യമാണ് എന്ന് കേരളത്തോട് ആദ്യം പറഞ്ഞത് മാധ്യമപ്രവർത്തക കൂടിയായ M ലീലാവതി. പിന്നീട് പലരും പല സത്യങ്ങളും തുറന്നു പറഞ്ഞു. സമാനമായ സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ ഈ കഥയും ചെന്നെത്തുന്നത്. മഞ്ജു വാര്യരെ പ്രലോഭിപ്പിക്കാൻ ചിലർ ശ്രമിച്ചിരുന്നു. വിജി തമ്പിയുടെ പ്രസ്താവന കേട്ടതായി കേരളത്തിലെ ചാനലുകളോ മാധ്യമങ്ങളോ നടിക്കുന്നില്ല. ഈ ഒരു വിഷയം ചർച്ചയാക്കാനും അവർ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ വിജി തമ്പി താൻ പറഞ്ഞിടത്തിപ്പോഴും ഉറച്ചു നിൽക്കുന്നു. ഇസ്ലാമിലേക്ക് മതം മാറാൻ 100 കോടി ഓഫർ ലഭിച്ച നടിയാര്? MA നിഷാദിന്റെ ശക്തമായ പ്രതികരണം ഈ വിഷയത്തിൽ ഇങ്ങനെയാണ്. മിസ്റ്റർ തമ്പി, ആരാണ് ആ നടി? 100 കോടി ക്ലബിലെത്തിയ നടി ആരാണ്? തമ്പി ഒന്ന് നിന്നേ, അതങ്ങ് പണഞ്ഞിട്ട് പോയാൽ മതി. ചുമ്മാ ഉണ്ടയില്ല വെടിവെച്ചിട്ടങ്ങ് പോയാലോ? തമ്പി പറയില്ല. തമ്പി പറഞ്ഞത് പച്ചക്കള്ളമാണ് എന്ന് തമ്പിക്കല്ലാതെ മറ്റാർക്കറിയാം. ഓരോരോ അവതാരങ്ങൾ. ഒരുമാതിരി ഉണ്ണി സാമ്പാറുണ്ടോ എന്ന് അനവസരത്തിൽ ചോദിച്ചതുപോലെയായി. വിജി തമ്പി ഉയർത്തിയ ഈ പ്രശ്നത്തിന് പിന്നിൽ എന്തെങ്കിലും കാമ്പുണ്ടോ എന്ന് പറയേണ്ടത് അദ്ദേഹം തന്നെയാണ്. ഒരു നടിയെ 100 കോടി ഒക്കെ ഓഫർ കൊടുത്ത് മതം മാറ്റാൻ ശ്രമിച്ചുവെങ്കിൽ അതൊരു ഗൗരവമേറിയ വിഷയമാണ്. ഇത്തരത്തിൽ പല പ്രമുഖരെയും സമീപിച്ചിട്ടുണ്ട് എന്നാണ് വിജി തമ്പി പറയുന്നത്. VHP നേതാവായ വിജി തമ്പി മുമ്പും ഇത്തരം പല പ്രസ്താവനകളും പുറപ്പെടുവിച്ചിട്ടുണ്ട്. പക്ഷേ ഹൈന്ദവ സമുദായത്തിന് വേണ്ടി വിജി തമ്പി ചെയ്യുന്ന സേവനങ്ങളെ നമുക്ക് കുറച്ച് കാണാനും കഴിയില്ല. കമലാ സുരയ്യയുടെ കഥയാണ് പലരും ഇപ്പോൾ ഓർമ്മപ്പെടുത്തുന്നത്. ലേബർ ഇന്ത്യ പബ്ലിക്കേഷൻസ് മരങ്ങാട്ടുപള്ളിയിൽ സംഘടിപ്പിക്കുന്ന ഒരു സാംസ്കാരിക പരിപാടിയിൽ മാധവിക്കുട്ടിയെ ക്ഷണിക്കാനായി അവരുടെ ഫ്ളാറ്റിലേക്ക് സന്തോഷ് ജോർജ് കുളങ്ങരയും സഞ്ചാര പരിപാടിയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ AU രതീഷ് കുമാറും ഉണ്ണികൃഷ്ണൻ ശ്രീകണ്ഠപുരവും എത്തുന്നു. അന്നാണ് മാധവിക്കുട്ടി അവരോട് മുസ്ലിം ലീഗ് നേതാവ് സമധാനിയുമായുള്ള തൻ്റെ പ്രണയത്തെക്കുറിച്ച് തുറന്നു പറയുന്നത്. അന്നത് എഴുതിയെടുക്കാനോ റെക്കോർഡ് ചെയ്യാനോ കഴിയാത്തതിൽ നിരാശയുണ്ടെന്നും പിന്നീട് ഉണ്ണികൃഷ്ണൻ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. സാംസ്കാരിക പ്രഭാഷകൻ എന്ന നിലയിൽ 10,000 തൻ്റെ വാക്ധോരണികളുണ്ട് കീഴ്പ്പെടുത്താൻ കഴിവുള്ള അദ്ദേഹത്തിൻ്റെ വാഗ്വിലാസം തന്നെയാണ് മാധവിക്കുട്ടിയെയും ആകർഷിച്ചത്. ആ നേതാവിൻ്റെ പ്രണയത്തെക്കുറിച്ച് തങ്ങളോട് വിശദമായി മാധവിക്കുട്ടി സംസാരിച്ചിരുന്നു എന്ന് ഉണ്ണികൃഷ്ണൻ പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ എഴുതി. ഏകാന്തമായ രാത്രികളിൽ അദ്ദേഹം വിളിക്കാറുണ്ട്. പ്രണയം തുളുമ്പുന്ന കവിതകൾ ഉരുവിടും. എത്രയോ രാത്രികൾ നീണ്ടുവത്രേ ആ പ്രണയ സല്ലാപങ്ങൾ. അതൊക്കെ കേട്ട് അസാധാരണ പ്രതിഭയുള്ള ഒരാളാണ് മറുതലയ്ക്കൽ എന്ന് മാധവിക്കുട്ടി വിചാരിച്ചു. അതാണ് ഷഷ്ടിപൂർത്തി കഴിഞ്ഞിട്ടും തന്നേക്കാൾ പ്രായം കുറഞ്ഞ അയാളെ പ്രണയിച്ചുകൊണ്ട് അവരൊരു പ്രണയിനിയായി മാറിയത്. പ്രണയനാളുകളിലൊന്നിൽ മാധവിക്കുട്ടി ആ നേതാവിൻ്റെ വീട്ടിലെത്തി. ആ സമയം അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും അവിടെ ഉണ്ടായിരുന്നു. നേതാവും മാധവിക്കുട്ടിയും ഏതാനും ദിവസങ്ങൾ ഭാര്യാഭർത്താക്കന്മാരെ പോലെ ജീവിച്ചു. ഇക്കാര്യം മാധവിക്കുട്ടി തങ്ങളോട് പറഞ്ഞിരുന്നുവെന്നാണ് ഉണ്ണികൃഷ്ണൻ ഫേസ്ബുക്കിൽ എഴുതിയത്. എന്നാൽ തിരിച്ചു വന്നപ്പോഴേക്കും അവരുടെ പ്രണയം പൊലിഞ്ഞു. പണ്ടൊട്ടേറെ രാത്രികളിൽ താൻ എഴുതിയെന്ന് പറഞ്ഞ് അയാൾ മാധവിക്കുട്ടിയെ ഉരുവിട്ട് കേൾപ്പിച്ച ആ പാട്ടുകൾ
പ്രണയഗാനങ്ങൾ ഉറുദു സാഹിത്യത്തിലെ പ്രമുഖരായ കവികളുടെ രചനകളായിരുന്നു. അത് പരിഭാഷപ്പെടുത്തിയാണ് നേതാവ് മാധവിക്കുട്ടിയെ കേൾപ്പിച്ചത്. ഇതറിഞ്ഞപ്പോൾ അവർ തകർന്നുപോയി. പങ്കുവയ്ക്കപ്പെട്ട തൻ്റെ ഉടലിനെ ഓർത്തവർ തേങ്ങി. ഇസ്ലാമായി മാറിയെങ്കിലും കൃഷ്ണനെ വിളിച്ച് വിലപിച്ചു. ആലോചനയില്ലാത്തൊരു മതപരിവർത്തനമാണ് മാധവിക്കുട്ടിയെ അത്രയധികം തളർത്തിയത്. ഒരിക്കലും ഊരിപ്പോകാനാകാത്ത തലത്തിൽ ഒരു കുടുക്കിൽപ്പെട്ട ഒരാളുടെ വിലാപമായിരുന്നു മാധവിക്കുട്ടിയിൽ നിന്നും പുറത്തേക്ക് വന്നത്. ഇതേ മാധവിക്കുട്ടിയുടെ കഥ ആമി എന്ന പേരിൽ കമാലുദ്ദീൻ എടുത്തപ്പോൾ അതിലെ നായികാരൂപം കൊണ്ട് ഒട്ടും യോജിക്കാത്ത മഞ്ജു വാര്യർ ആയിരുന്നു. അത് യാദൃച്ഛികമല്ലെന്നും പലരും പറയുന്നു. മാധവിക്കുട്ടിയെ മതം മാറ്റിയതിൻ്റെ പിന്നിലുള്ള യാഥാർത്ഥ്യമൊന്നും ആ സിനിമയിലില്ലെന്നതും ശ്രദ്ധേയമാണ്. പ്രമുഖർക്കിടയിൽ, ഇൻഫ്ലുവൻസർമാർക്കിടയിൽ മതം മാറ്റത്തിൻ്റെ പ്രലോഭനങ്ങൾ ഇപ്പോഴുമുണ്ട് എന്നാണ് വിജി തമ്പിയെപ്പോലുള്ളവർ പറയുന്നത്. പലപ്പോഴും ലവ് ജിഹാദിനെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. അടുത്ത കാലത്തും ലവ് ജിഹാദിൻ്റെ ചില കഥകൾ നമ്മൾ കേട്ടിരുന്നു. മോണോലിസി എന്ന ഉത്തരേന്ത്യൻ പെൺകുട്ടി കേരളത്തിലെത്തി അതൊരു ലവ് ജിഹാദാണ് എന്ന് ചിലർ ആരോപണം ഉന്നയിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമുണ്ട്, 100 കോടിയൊക്കെ ഓഫർ ചെയ്യുമോ? മഞ്ജു വാര്യരെ പോലെ ഒരു പ്രമുഖ നടിയെയാണ് മതം മാറ്റത്തിന് കിട്ടുന്നതെങ്കിൽ അത് വലിയ ഇമ്പാക്റ്റ് സൃഷ്ടിക്കും. അതുകൊണ്ടാണ് വിജി തമ്പി ഒരു കൂസലുമില്ലാതെ ചിലതൊക്കെ വിളിച്ചു പറയുന്നത്. ചിലർ വിജി തമ്പി ആക്രോശിച്ചുകൊണ്ട് രംഗത്തിറങ്ങി. മിസ്റ്റർ തമ്പി, സോറി വിജി തമ്പി, അനാവശ്യവും ഡാഷും പറഞ്ഞു നടക്കുന്നത് സാംസ്കാരിക കേരളത്തിന് ഉചിതമല്ല. ഇനി എന്തേലും നേരോ നിറയോ തമ്പിക്കുണ്ടെങ്കിൽ ആ നടിയുടെ പേര് പറയൂ തമ്പിക്കുട്ട. വിജി തമ്പി എന്തായാലും ആ നടിയുടെ പേര് പറയാൻ നിർബന്ധിതനായി തീരും. നമ്മൾ ചർച്ചയിൽ നമ്മോടൊപ്പം ഉള്ള ശ്രീ ഹാഷിം പറഞ്ഞു, ശ്രീമതി മാധവിക്കുട്ടി അവരുടെ മതത്തിലേക്ക് വന്നുകൊണ്ട് എന്താണ് നേട്ടമെന്ന്. ശ്രീമതി മാധവിക്കുട്ടി എന്ന് പറയുന്ന ലോക പ്രശസ്തയായ ഒരു എഴുത്തുകാരിയാണ്. അവരെ കോടിക്കണക്കിന് രൂപ കൈപ്പറ്റിയാണ് അവരെ മതം മാറ്റിയത്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ട്രാപ്പാണത്. ഞാൻ പറഞ്ഞത് ലവ് അല്ല, ലവ് ജിഹാദല്ല, ട്രാപ്പ് ജിഹാദ് എന്ന് പറഞ്ഞത്. ആ ട്രാപ്പിൽ പെടുത്തി അവരെ അവരുടെ സ്വധർമ്മത്തിൽ നിന്ന് മാറ്റി, മാധവിക്കുട്ടി എന്നുള്ള പേര് മാറ്റി കമലയ സുരയ്യ എന്നുള്ള പേര് നൽകി. ഒടുവിൽ അവർ തന്നെ അവരുടെ മരണത്തിന് മുമ്പ് അവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റായിട്ട് അതിനെ അവർ പല ആൾക്കാരോടും പറയുകയും അവരെഴുതുകയും ചെയ്തു. അപ്പോൾ ആലോചിച്ച് നോക്കൂ, അവരെ ചതിച്ചതാണ്. അതുപോലെ ചതിയുടെ കഥകൾ ഒരുപാടുണ്ട്. അതിൽ ഏറ്റവും ഒടുവിലത്തെ കഥയാണ് നമ്മൾ കഴിഞ്ഞ കുംഭമേള സമയത്ത്, പ്രയാഗ്രാജിൽ നടന്ന കുംഭമേള സമയത്ത് നമ്മുടെ ഇവിടുത്തെ എല്ലാ ചാനലുകളും എല്ലാ പത്രങ്ങളും എല്ലാ ഓൺലൈൻ മീഡിയകളും വളരെ വളരെ ശ്രദ്ധാപൂർവം ശ്രദ്ധിച്ച ഒരു പെൺകുട്ടിയാണ്. അവിടെ ഈ രുദ്രാക്ഷം വിൽക്കാനും മാല വിൽക്കാനും വന്ന ഒരു മധ്യപ്രദേശുകാരിയായ ഒരു പെൺകുട്ടി. ആ കുട്ടിയെ, കാരണം കുംഭമേളയുടെ മറ്റൊരു കാര്യങ്ങളും പറയാൻ ഇവിടുത്തെ ചാനലുകൾക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ മാധ്യമങ്ങൾക്കോ കഴിയാത്തതുകൊണ്ട് ഒരു പ്രത്യേക കാര്യത്തെ എടുത്ത് ആ കുംഭമേളയെ പറ്റി പറയും വേണം, പക്ഷേ കുംഭമേളയുടെ മഹത്വം പറയാനും പാടില്ല എന്ന് പറഞ്ഞ് ഓവർ പബ്ലിസിറ്റി കൊടുത്തു. അപ്പോൾ ആ കുട്ടിയെ ട്രാപ്പ് ചെയ്ത്, പ്രായപൂർത്തിയാകാത്ത, അത് ഒരു ട്രൈബലായിട്ടുള്ള കുട്ടിയെ, അങ്ങനെ ഒരു കുട്ടിയെ ട്രാപ്പ് ചെയ്ത് അതിനെ കേരളത്തിൽ കൊണ്ടുവന്ന് ഇവിടെ കൃത്യമായ രീതിയിൽ അജണ്ട സെറ്റ് ചെയ്തിട്ട് വിവാഹം നടത്തി. ഒരു ക്ഷേത്രത്തിൽ വെച്ച്, ക്ഷേത്രത്തിൽ വിവാഹം നടത്തുമ്പോൾ അവിടെ ഹിന്ദു മതത്തിൽപ്പെട്ട പല ജാതിയിൽപ്പെട്ടവർക്കും വിവാഹം കഴിക്കാം, പക്ഷേ ഒരു മിശ്ര വിവാഹം ക്ഷേത്രത്തിൽ നടത്താൻ പാടില്ല. അത് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം നടത്തേണ്ടതാണ്. അതിന് നമ്മുടെ സബ് രജിസ്ട്രാർ ഓഫീസിൽ നോട്ടീസ് ഇട്ട് ആ നോട്ടീസ് കാലാവധി കഴിഞ്ഞ് നടത്തേണ്ടതാണ്.